മാലിന്യ ടാങ്കറുകാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് പള്ളുരുത്തിയിലെ ജനങ്ങൾ. ടാങ്കർ ലോറികളിൽ വരുന്ന മാലിന്യങ്ങൾ ഇരുട്ടിന്റെ മറയിൽ കാനകളിലൂടെ വീടുകളിലേക്ക് ഒഴുകിയെത്തുകയാണ്. വരാനിരിക്കുന്ന സാംക്രമിക രോഗങ്ങളെ പറ്റിയുള്ള ആശങ്കയിലാണ് ജനങ്ങൾ. ഇതിനെതിരെ കോർപ്പറേഷൻ അധികാരികൾ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് മൈത്രി കുടുംബസംഘ ഭാരവാഹികൾ. സെപ്റ്റി ടാങ്ക് മാലിന്യം കൊണ്ടൊന്ന് തള്ളിയിട്ട് വീടുകളിലെ മിറ്റം വരെ ഒഴുകി കയറിയിരിക്കുകയാണ്. ഈ കാണാ കുമ്പളങ്ങളിൽ വന്നിരുന്നു അന്ന് തുടങ്ങിയത്. ഞങ്ങൾ എങ്ങനെ വീട് താമസിക്കുക? ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരം ഒഴുകിയെത്തി അവിടെയുള്ള വീട്ടുകാർക്ക് പോലും തടസ്സമായി കൊണ്ടിരിക്കുകയാണ്. പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് പള്ളുരുത്തിയിലെ ജനങ്ങൾ കടന്നുപോകുന്നത്. ജനവാസ മേഖലയിലും ഒഴിഞ്ഞ പറമ്പുകളിലും പള്ളുരുത്തിയുടെ പ്രധാന സ്ഥലമായ കുമ്പളങ്ങി വഴി പ്രതീക്ഷ തിയേറ്ററിന് സമീപം ഹൈവേയിലെ കാണയിലേക്ക് വരെ ടാങ്കറിൽ കൊണ്ടുവന്ന് കക്കൂസ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുവാൻ തുടങ്ങി മാലിന്യ മാഫിയ. വീടിന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് കാണേണ്ട അതിൽ ചെറിയൊരു മഴവെള്ളം പോകാനുള്ള ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അതിൽ കൂടി ഹോസ് കണക്ട് ചെയ്തിട്ടാണ് ഒന്നും ഇട്ടേക്കണത്. ആ കാണ വഴി ഒഴുകി ഈ വശം വരെ ഒഴുകിയിട്ടുണ്ട്. ഓരോ അരമണിക്കൂർ തുടർച്ചയായി പെയ്തുകൊണ്ടിരുന്നാല് വെള്ളം അകത്ത് കയറും. അപ്പൊ ഇങ്ങനെ കൊണ്ടുവന്ന് തള്ളിയിട്ടുണ്ടെങ്കിൽ ആ വേസ്റ്റ് മുഴുവൻ ഞങ്ങളുടെ വീടിന്റെ അകത്തോട്ടായിരിക്കും പോലെ. ടാങ്കർ ലോറിക്കാരുടെ ഈ അതിക്രമം മൂലം ഇരുട്ടിന്റെ മറയിൽ കാണകളിലൂടെ വീടുകളുടെ മുറ്റത്തേക്ക് മാലിന്യ കൂമ്പാരങ്ങൾ ഒഴുകിയെത്തുന്നു. ഇതിനെതിരെയാണ് മൈത്രി നഗർ കുടുംബസംഗമം ഭാരവാഹികൾ പരാതിയുമായി എത്തിയത്. കുമ്പളങ്ങി വഴി മൈത്രി കുടുംബസംഘത്തിന്റെ ഏരിയയിലോട്ട് കയറുന്ന കാണയിൽ സെപ്റ്റി ടാങ്ക് മാലിന്യം കൊണ്ടൊന്ന് തള്ളിയിട്ട് വീടുകളിലെ മിറ്റം വരെ ഒഴുകി കയറിയിരിക്കുകയാണ്. ഹെൽത്തിൽ നിന്നുള്ളൊരു അവർ പറഞ്ഞത് അവർക്ക് ഇതൊന്ന് വാഷ് ചെയ്ത് കളയാനായിട്ടുള്ള ഒരു സൗകര്യം അവർക്കില്ല, നല്ല വെള്ളം മാത്രമേ ഉള്ളെന്നാണ് പറയുന്നത്. ഏതാണെങ്കിലും ഇതിനൊരു ശാശ്വതമായ പരിഹാരം കൊച്ചിൻ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ മൈത്രി കുടുംബസംഘത്തിന്റെ നേതൃത്വത്തിൽ നാളെ തന്നെ കോർപ്പറേഷൻ ഓഫീസിന്റെ ഹെൽത്ത് വിഭാഗത്തിന് മുമ്പിൽ ധർണ സംഘടിപ്പിക്കുന്നതും ഇതിനൊരു ശാശ്വത പരിഹാരം അത് മുഖാന്തരം ഉണ്ടാക്കിയെടുക്കാനായിട്ടും കുടുംബസംഘത്തിലുള്ള എല്ലാവരും ശക്തമായി ഇതിനിറങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. കൗൺസിലർ ഉൾപ്പെടെ പോലീസ് അധികാരികളും നഗരസഭ ഹെൽത്ത് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധിച്ചു. തൽക്കാലം പറമ്പുകളിലും കാണകളിലുമൊക്കെ കുമ്മായവും ബ്ലീച്ചിംഗ് പൗഡറും വിതറി പ്രശ്നം പരിഹരിക്കുവാനാണ് ഹെൽത്ത് അധികാരികൾ തയ്യാറായിരിക്കുന്നതെന്ന് മൈത്രി ഭാരവാഹികൾ പറഞ്ഞു. വളരെ പരിതാപകരമാണ് ഇവിടുത്തെ അവസ്ഥ. പല വീടുകളിലും ഈ മാലിന്യങ്ങൾ പല വീടുകളുടെ കോമ്പൗണ്ടിലും എത്തിക്കഴിഞ്ഞു. ഇതിനെതിരെ ശക്തമായൊരു നടപടിക്കാണ് മൈത്രി റെസിഡൻസ് അസോസിയേഷൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടുത്തെ ഈ മാലിന്യ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഈ മാലിന്യ പ്രശ്നത്തിലൂടെ ഉണ്ടാകുന്ന സാംക്രമിക രോഗങ്ങൾ ഇവിടുത്തെ കുടുംബാംഗങ്ങളിൽ ചെന്ന് പറ്റും. ഇതിന്റെ അവസ്ഥ മനസ്സിലായിക്കൊണ്ട് ഇന്ന് കോർപ്പറേഷൻ അധികാരികൾ ഇത് ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നാളെ രാവിലെ കൊച്ചിൻ കോർപ്പറേഷൻ പള്ളുരുത്തി സോണൽ ഓഫീസിന്റെ മുന്നിൽ ഒരു പ്രതിഷേധ ധർണ നടത്തുവാൻ ഞങ്ങൾ ആലോചിക്കുകയാണ്. ദിവസവും സെപ്റ്റി ടാങ്ക് മാലിന്യങ്ങൾ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് മൂലം സാംക്രമിക രോഗങ്ങൾ കടന്നു വരുമെന്ന ഭീതിയിലാണ് കുടുംബാംഗങ്ങൾ. ഈ കാണാ കുമ്പളങ്ങളിൽ വന്നിരുന്നു അന്ന് തുടങ്ങിയത്. ഒറ്റ മഴ കമ്പിറ്റ് മുങ്ങിപ്പോണം. ഈ കഴിഞ്ഞ മഴയത്തിൽ പെരടത്ത് 2 അടി വെള്ളമായിരുന്നു. അന്ന് നമ്മളെ കൗൺസിലർ എല്ലാവരും വന്ന് കണ്ടത്. കഴിഞ്ഞ ആഴ്ച സ്മെല്ലുണ്ടാണ് ഞങ്ങൾ നോക്കിയത്. ഞങ്ങൾ ഈ ക്യാമറ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒന്നും കണ്ടില്ലായിരുന്നു. ഞാനാണ് അങ്ങോട്ട് ആ പ്ലാവ് നോക്കുമ്പോൾ അവിടെ നിന്ന് അടിച്ചേക്കണ കാണാം. അങ്ങനെ എല്ലാ കൃത്യമായ രീതിയിൽ നടപടികൾ സ്വീകരിച്ച് മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുവാനും അധികാരികൾ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് മൈത്രി ഭാരവാഹികൾ വ്യക്തമാക്കി. ഇവിടെ പോലീസ് അധികാരികളും എല്ലാ ദിവസവും ഇവിടെ ഇതിന്റെ മുമ്പിൽ കടക്കുന്നുണ്ട്. പക്ഷെ ഇത് കാണുന്നില്ല. ഇതിന് ശക്തമായൊരു അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് മൈത്രി കുടുംബസംഘത്തിന്റെ അപേക്ഷ. ഇവിടെ ഈ മാലിന്യം ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരം ഒഴുകിയെത്തി അവിടെയുള്ള വീട്ടുകാർക്ക് പോലും തടസ്സമായി കൊണ്ടിരിക്കുകയാണ്. ഇതിന് അടിയന്തരമായ നടപടി കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.